സുബ്ഹാനല്ലാഹ് ഒരു ചെറിയൊരു സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞൊരു സൂറത്താണ്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും. മഹാന്മാര് പറഞ്ഞതുപോലെ നമ്മൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് വലിയ വിജയം നമുക്ക് കിട്ടുന്നതാണ്. ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭവനമില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വർഷങ്ങളായി വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ പതിവാക്കി വന്നു നോക്കല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയില്ല. ഈ സൂറത്ത്, ഈ ചെറിയ സൂറത്ത് നമ്മൾ മഹത്തുക്കളായ അലിമീങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഓതിയാൽ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയില്ല. മാരണം, സിഹർ, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് സിഹർ കൊണ്ട് വലയുന്നവരുണ്ട്, കണ്ണീർ കൊണ്ട് വലയുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് വലിയ വിജയം കിട്ടുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുതരുന്ന ഒരു സൂറത്താണ്. അതുപോലെ നിസ്കരിക്കാനുള്ള മടി, ക്ഷീണം, അലസത ഇവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് അല്ലാഹു അലസതയെ മാറ്റിക്കൊടുക്കുന്നതാണ്. അതുപോലെ വീട്ടിൽ പരസ്പര ഐക്യവും സ്നേഹവും ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് തേങ്ങി കരഞ്ഞു. കാരണം അവന്റെ കുതന്ത്രങ്ങൾ ഫലിക്കാതെ, അവന്റെ കുതന്ത്രങ്ങളും ചതികളും ഫലിക്കാതെ പോകുന്ന ഒരു സൂറത്താണ്. ഇനി വരുന്ന ദിനങ്ങൾ, ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞതിന് നമ്മൾ ദിനങ്ങൾ പരിശുദ്ധ റമളാനിന്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ നല്ല നല്ല രാവുകളാണ്. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന നല്ല നല്ല രാവുകളാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ്. ആ സമയത്തൊക്കെ ഈ സൂറത്ത് നമ്മൾ ഇഖ്ലാസോടെ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതാണ്. ലൈലത്തുൽ ഖദർ നമ്മളിലേക്ക് കടന്നു വരുന്ന രാവുകളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ മഹത്വമുള്ള ദിനങ്ങളും രാവുകളുമാണ്. പടച്ചവനെ, നീ റാഹത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് സന്തോഷങ്ങൾ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ 10ഓളം വീടുകളിൽ റഹ്മത്തിന്റെ മാലാഖമാര് വരികയില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 10ഓളം വീടുകളിൽ റഹ്മത്തിന്റെ മാലാഖമാര് വരികയില്ല. അഥവാ ലൈലത്തുൽ ഖദറിന്റെ ആനുകൂല്യം കിട്ടുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. 10ഓളം വീടുകളിൽ, 10ഓളം സ്ഥലങ്ങളിൽ വരികയില്ല. അതിൽ ഒന്നാമത്തെ നസാറാക്കളുടെ ചർച്ചിലാണ്. നസാറാക്കളുടെ ചർച്ചിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാലയങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. മറ്റൊന്ന്, മൂന്നാമത്തത്, നായ്ക്കളുള്ള വീടുകളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. അതുപോലെ തന്നെ നാലാമത്തത്, ചിത്രങ്ങൾ, രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടുകളിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ചില വീടുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ചിത്രങ്ങളും രൂപങ്ങളും കൊണ്ട് ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന വീടുകൾ, ആ വീടുകളിൽ റഹ്മത്തിന്റെ മാലാഖമാര് ലൈലത്തുൽ ഖദർ കടക്കുകയില്ല. റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. 5 കള്ളുകുടിയന്മാരുള്ള വീടുകളിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. മദ്യപാനം അത് വലിയൊരു അപകടകരമായ ഒരു കാര്യമാണ്. മദ്യപാനികളുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. പടച്ചവനെ, ആ ഒരു ദുശീലത്തെ തൊട്ട് ഞങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നീ കാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ മദ്യം ഉണ്ടാക്കി വിൽക്കുന്നവരുടെ വീട്ടിലും, മദ്യമുള്ള വീട്ടിലും റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, മദ്യമായി ബന്ധപ്പെട്ട തൊഴിലാളിക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ നല്ല രാവുകളിൽ, പരിശുദ്ധ റമളാനിന്റെ നല്ല രാവുകളിൽ, നല്ല ദിനങ്ങളിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. പടച്ചവനെ, ഞാൻ ഇനി ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു തൊഴിൽ ചെയ്യുകയില്ല അല്ലാഹ് എന്ന് നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം.
ഏഴാമത്തത് കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരുടെ വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. എട്ടാമത് വലിയ അശുദ്ധിയുള്ളവരുടെ വീടുകളിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. അപ്പൊ വലിയ അശുദ്ധി വന്നുപോയാൽ പെട്ടെന്ന് തന്നെ കുളിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധിയാക്കണം. ഒമ്പതാമത്തത് പന്നി മാംസം തിന്നുന്നവരുടെ വീടുകളിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. പന്നി മാംസം തിന്നുന്നവരുടെ വീടിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. 10 ശരീരത്തിൽ ചായം പൂശുന്നവരുടെ വീടുകളിലും റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുകയില്ല. പടച്ചവനെ, ഞങ്ങളെ ഭവനങ്ങളെ നീ ലൈലത്തുൽ ഖദർ റഹ്മത്തിന്റെ മാലാഖമാര് കടക്കുന്ന ഭവനങ്ങളാക്കി നീ മാറ്റണേ അല്ലാഹ്. ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഭവനങ്ങളാക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മളെ ഭവനങ്ങൾ എപ്പോഴും ഈ 10 കാര്യങ്ങളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ സൂക്ഷിക്കപ്പെടണം. ഈ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ്. അല്ലാഹുവേ, റഹ്മത്തിന്റെ മാലാഖമാർ പ്രവേശിക്കുന്ന ഭവനങ്ങളാക്കി ഞങ്ങളെ ഭവനങ്ങളെ മാറ്റണേ അല്ലാഹ്. അപ്പൊ ഈ നല്ല ദിനങ്ങളിൽ, ഈ നല്ല രാവുകളിൽ ചൊല്ലാൻ പറ്റിയ നല്ല ഒരു സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ പറയാൻ പോകുന്ന ഒരു മഹത്തായ സൂറത്തിനെ പറ്റിയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാനും മഹാന്മാര് പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്തിനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയില്ല ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർ. അതുപോലെ മാരണം, സിഹ്ർ, കൂടോത്രം, പൈശാചിക ഉപദ്രവങ്ങൾ നിന്നെല്ലാം അല്ലാഹു നമ്മളെ കാക്കപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുപോലെ നിസ്കരിക്കാനുള്ള മടി, ക്ഷീണം, അലസത ഇതെല്ലാം മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അതുപോലെ ഭവനങ്ങളിൽ പരസ്പര ഐക്യവും സ്നേഹവും അല്ലാഹു നിങ്ങൾക്ക്, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ അല്ലാഹു പരസ്പരം ഐക്യം നൽകുന്നതാണ്. അങ്ങനെയുള്ളൊരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഏത് സൂറത്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഖുർആനിന്റെ മാതാവായ സൂറത്തുൽ ഫാത്തിഹയാണ്. ആ സൂറത്ത് ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ഈ മഹത്തായ സൂറത്താണ്. അപ്പൊ ഈ സൂറത്തിനെ എങ്ങനെയാണ് ഓതേണ്ടത്? മഹാന്മാർ നമുക്ക് എങ്ങനെ ഓതണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം, നിങ്ങളുടെ മനസ്സിലുള്ള എന്താണ് ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് അത് സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എന്റെ ആഗ്രഹം നീ എനിക്ക് സാധിപ്പിച്ചു തരണേ അല്ലാഹ്. നല്ല ഇഖ്ലാസോടെ എന്ന നിയത്തിൽ ഈ സൂറത്ത് ഒരു 7 പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ ഇടയിൽ ആരോട് സംസാരിക്കാതെ ഓതുക. ഇങ്ങനെ 7 ദിവസം നിങ്ങൾ ആവർത്തിക്കുമെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. മക്കളില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്, വിദേശയാത്ര ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ഇഖ്ലാസോടെ പടച്ചവനെ എന്റെ മനസ്സിലുള്ള ഇന്ന ആഗ്രഹം നീ നിറവേറ്റണേ അല്ലാഹ് എന്ന നല്ല ഇഖ്ലാസോടെ അബേ നിന്റെ സൂറത്തിന്, ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വലിയ മഹത്വമുണ്ട് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇതിന് വലിയ മഹത്വമുണ്ട്. സഹാബാക്കൾ ഇത് ഓതി മന്ത്രിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചവനെ, വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ഈ ആവശ്യം നിറവേറ്റണേ അല്ലാഹ്. ഇങ്ങനെ നിങ്ങളൊന്ന് ഇഖ്ലാസോടെ ഓതി നോക്കുക. അല്ലാഹു നിങ്ങൾ ആഗ്രഹം നിറവേറ്റി തരും. ഇനി ദിവസവും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഫാത്തിഹ സൂറത്ത് 41 വട്ടം 41 പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാമതായത് അവന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നതായി അവനക്ക് കണ്ടറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയം നടക്കാതെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെ അല്ലാഹു നടത്തി തരുന്നതാണ്. പടച്ചവൻ ആ വിഷയത്തെ അല്ലാഹു നടത്തി തരുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന് ധാരാളം മഹത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൂറത്ത് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ഓതി നിങ്ങൾ ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹു. വിശിഷ്യ റമളാൻ മാസം, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാവുകളൊക്കെ നല്ല ഇഖ്ലാസോടെ ഓതിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ മന്നാനായ റബ്ബ് നിങ്ങളെ എല്ലാ വിഷയങ്ങളും, നിങ്ങൾ ഏത് വിഷയത്തിലാണോ ബുദ്ധിമുട്ടുന്നത്, അല്ലാഹു എളുപ്പമാക്കി തരുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സിഗാറ. അർഹമർ റഹീമനായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ പടച്ചവനെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പല രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളെയൊക്കെ പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളിൽ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. അതിൽ താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ എല്ലാം അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാറാണ് റബ്ബേ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്ക് എല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, വിദേശ രാജ്യങ്ങളിൽ നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് പ്രവാസികൾ ഞങ്ങൾ പ്രിയപ്പെട്ടവരോട് ഉണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, നീ ഈ ഭൂമിയിൽ നിന്നെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇടകളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, സർവ്വ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.